KLP വില്ലേജ് ന്യൂസിലെ പുതിയൊരു കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വിശുദ്ധ റമദാൻ മാസത്തിൽ മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി അതിരുമടയിൽ നിന്നും ഖാനാഞ്ചേരി ജുമാ മസ്ജിദിലേക്ക് പോകുന്ന വഴിയിൽ ഒരൽപ്പം മുന്നോട്ട് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും തവളഞ്ചന ജുമാ മസ്ജിദ്. ഇവിടെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കുട്ടികൾ അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇതാണ് തവളഞ്ചന ജുമാ മസ്ജിദ്. എന്തായാലും നമുക്ക് ഈ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഭാരവാഹികൾ, കമ്മിറ്റി ഭാരവാഹികൾക്ക് പറയാനുള്ള ചില വിശേഷം കണ്ട് മാതൃകയാക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്കതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഇങ്ങനൊരു വീഡിയോ അന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പ്രേരണയായത്. ജനവാതിലിൽ ഭക്ഷണത്തിനുള്ള അവസരം കാത്തിരിക്കുന്ന കുരങ്ങച്ചാരെ നിങ്ങൾ കാണുന്നുണ്ടാകും. ഏകദേശം ഇപ്പോൾ ഇവിടെ നോമ്പ് തുറ പരിപാടിയൊക്കെ ആയിട്ട് സജീവമായിട്ട് നടക്കുന്നു. എന്തായാലും റമദാൻ മാസമാണല്ലോ. അപ്പോൾ ഈ മാസം ഒരു റമദാൻ സന്ദേശം എന്ന നിലയ്ക്ക് ഇങ്ങനെ മസ്ജിദുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കഥകളാണ് കൂടുതലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പള്ളിയായിട്ട് തവളഞ്ചന മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് അതൊരു അറിവായി മാറും. അസ്സലാമു അലൈക്കും. തവളഞ്ചന മസ്ജിദ് വർഷങ്ങളായി നല്ലവരായ നാട്ടുകാരും കമ്മിറ്റിയും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നോമ്പ് തുറ വളരെ വിപുലമായ രീതിയിൽ ഈ വർഷവും നടക്കുന്നുണ്ട്. അതിന് എല്ലാവരും സഹകരിക്കുന്നുണ്ട്, നാട്ടുകാരെല്ലാവരും സഹകരിക്കുന്നുണ്ട്. 75-80 ആളുകളോളം ഇവിടെ നോമ്പ് തുറക്കുന്നുണ്ട്. അതിൻ്റെ കാരണമായി ഇവിടെ മഗ്‌രിബ് നിസ്കരിക്കാനും ആളുകൾ പള്ളി ഫുള്ളായിട്ട് ആളുകളുണ്ട്. അതാണ് ഒരു കാരണം. ഈ നോമ്പ് തുറൻ്റെ ഉദ്ദേശം ആ ഒരു കാരണം കൂടിയാണ്. ഈ പള്ളി മഗ്‌രിബ് നിസ്കരിക്കാൻ പള്ളി ഏകദേശം ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു 5-8-9 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വർഷവും കൂടുക എന്നല്ലാതെ കുറയുന്നില്ല. 50 ആൾ വെച്ചിട്ട് ഇങ്ങനെ 60, 65, 70, 75, 80 ആളുകൾ ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല രീതിയിൽ ഇവിടുത്തെ നല്ല നാട്ടുകാരും കമ്മിറ്റിയും കൂടെ ഇടപെട്ട് നല്ല രീതിയിൽ ഇത് സംയുക്തമായി നടത്താൻ, വിപുലമായ രീതിയിൽ തന്നെ നടത്താൻ എല്ലാവിധ അനുഗ്രഹങ്ങളും തൗഫീഖും റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആമീൻ. അതിനോടുകൂടെ പിന്നെ ഈ തവളഞ്ചന ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് മാസാമാസങ്ങൾ നടക്കുന്ന ചില പരിപാടികളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ മാസാമാസം എല്ലാ വ്യാഴാഴ്ചയും സ്വലാത്ത് ഉണ്ടാകുന്നതാണ്. പിന്നെ അതുപോലെ രാവിലെ സുബഹിൻ്റെ ശേഷം ഒരു 10-15 മിനിറ്റ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ എല്ലാ ഞായറാഴ്ചയും ക്ലാസ് ഉണ്ട്. എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ക്ലാസ് ഉണ്ട്. മെയിനായിട്ട് എല്ലാ മാസത്തിലും വ്യാഴാഴ്ച സലാത്തുണ്ട്. ആ സലാത്തിൻ്റെ വാർഷികം വളരെ വിപുലമായ രീതിയിൽ 2 ദിവസം വെച്ച് ഇവിടെ ഇപ്പോൾ 2-2 മുമ്പ് നടന്നു. പിന്നെ ഈ ക്ലാസ് ഞായറാഴ്ച എന്ന് പറഞ്ഞല്ലോ, ആഴ്ചയിലാണോ ക്ലാസ്? ആഴ്ചയിൽ അത് റമദാനായിട്ട് സ്പെഷ്യൽ ആണോ അതോ? അല്ലല്ല, അത് ആഴ്ചയിൽ റമദാൻ നിർത്തിവെച്ചിരിക്കുന്നു. ഇവിടെ വർഷങ്ങളായിട്ടുള്ള അത് ഞായറാഴ്ച ഉണ്ട്, റമദാനായിട്ട് നിർത്തിവെച്ചിരിക്കുന്നു. സലാത്ത് റമദാനിലും ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച റമദാനിൽ വെള്ളിയാഴ്ച ആയിരിക്കും സലാത്ത്, വെള്ളിയാഴ്ച പകല്. അല്ലാത്ത ദിവസം വ്യാഴാഴ്ച മഗ്‌രിബിന്റെ ശേഷമായിരിക്കും സലാത്ത്. സ്ത്രീകളും നല്ല രീതിയിൽ സ്ത്രീകളും പങ്കെടുക്കുന്നുണ്ട്. മദ്രസിലാണ് സ്ത്രീകൾ ഇരിക്കുന്നത്. തൊട്ടടുത്ത് മദ്രസ്, അവിടേക്ക് മൈക്കിട്ട് കൊടുത്താണ്. പിന്നെ പള്ളിയിലും ഫുള്ളായിട്ട് ആളുകൾ ഉണ്ടാവലുണ്ട്. പിന്നെ ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് റമദാന് നടന്ന സലാത്തിന് സ്ത്രീകൾ ഉണ്ടായിട്ടില്ല, സ്ത്രീകൾ പങ്കെടുത്തിട്ടില്ല. അത് ആണുങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം റമദാൻ പള്ളിയിലായതുകൊണ്ട്. അങ്ങനെ ഈ പള്ളി സ്ഥാപിതമായിട്ട് എത്ര വർഷമുണ്ടോ? ഇവിടെ പഴയ ഒരു പള്ളിയായിരുന്നു. മുമ്പൊരു പള്ളി, നിസ്കാരപ്പള്ളി. അതായത് ആദ്യത്തെ ഈ നിസ്കാരപ്പള്ളി പുതുക്കി പണിതിട്ട് 35 വർഷം. ഓക്കെ. അപ്പൊ അതിന് മുമ്പ് ഇവിടെ നിസ്കാരപ്പള്ളിയായിരുന്നു. ഇവിടെ വെള്ളത്തിന്റെ ഒരു കുന്നിന്റെ ഉയരഭാഗമാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന്റെ ക്ഷാമം ചെന ഉണ്ട് ഇവിടെ. അപ്പൊ അവിടെ ഒരു ചെന ഇല്ലേ? അല്ല, അത് പൂവഞ്ചന. ഇത് തവളഞ്ചന. പള്ളി കമ്മിറ്റി നമുക്ക് ആ ചെന കണ്ടൂടെ? പ്രേക്ഷകർക്ക് കാണിക്കാം. മീൻ പിടിച്ചിട്ട് ഇവിടെ വിൽപ്പന നടത്താറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ തവളഞ്ചിന എന്നുള്ള പേര് വരാൻ കാര്യം അല്ലേ? പഴയ കാലത്ത് മഴക്കാലത്ത് തവള കരഞ്ഞാൽ അത്രയും ദൂരം അങ്ങനെ അത് ഒരു കാലത്ത് പഴയ കാലത്ത് വലിയ ചെനയനായിരുന്നു. ഇപ്പൊ ചെറുതായതാണ്. ഇപ്പൊ ചെനകളും കുളങ്ങളും ഒക്കെ കൂടിയപ്പോൾ ഇത് ചെറിയതായതാണ്. ആദ്യം വലിയ ചെനയനായിരുന്നു. ഇപ്പൊ ഫൈനലി പള്ളി കമ്മിറ്റി സംരക്ഷിക്കുന്ന ഒരു ചെന. ഇപ്പൊ മീൻ വളർത്തി അത്
ഒരു വർഷത്തിൽ ക്ലീൻ ചെയ്യും, ക്ലീൻ ആക്കും, മീൻ ലേലം വിളിച്ച് വിൽക്കും. ആ പൈസ കമ്മിറ്റിക്ക് എടുക്കും, പള്ളിക്ക് വേണ്ടി നിങ്ങൾ ചെലവാക്കും. മഹലിന്റെ കീഴിലായിട്ട് ഇവിടെ ഇപ്പൊ നിർധനരായ കുടുംബങ്ങൾ ഉണ്ടാവുമല്ലോ, മഹലിന്റെ കീഴിലായിട്ട് അങ്ങനെയുള്ളവർക്ക് വല്ല സഹായങ്ങളോ കാര്യങ്ങളോ പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, അങ്ങനെ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞങ്ങളിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങളെ മഹലിൽ സംയുക്തമായിട്ട് ഒരു അസറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഞങ്ങൾ ഇന്നിപ്പോൾ ഒരാൾക്ക് പൈസ കൊണ്ടുപോയി കൊടുത്തിട്ട് വരികയാണ് പിന്നെ ഞങ്ങള്. അപ്പോൾ അത് ഒരു നിർധരായ രോഗികൾക്ക്, നിർധരായ കുടുംബങ്ങൾക്കൊക്കെ പൈസ 10,000 വെച്ച് 15,000 വെച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും. അത് നിങ്ങളുടെ ജാതിമത ജാതിമതം ഒന്നുമില്ല, ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പാവപ്പെട്ടവർ ആരൊക്കെയാണ് അവർക്കൊക്കെ അർഹരായവർക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. തുടക്കത്തിൽ സൂചിപ്പിച്ച ആ ചെന ഇതാണല്ലേ, തവളഞ്ചന എന്ന് പറയുന്നത്. ഇപ്പൊ മീനാണ് കാർപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്. മറ്റേ മേലെ പൊങ്ങിക്കുന്ന മീൻ എന്താ, മീൻ എന്തൊക്കെയാണെന്ന് അറിയോ? വലുതാകുന്ന മീനുണ്ട്, ഒന്ന് മറ്റേത് ഫാൻസിയാണ്, ആ കളർ മീനാണൊക്കെ. അപ്പോൾ ഇതാണ് നിങ്ങൾ ആ സൂചിപ്പിച്ച ചെന. ഇനി എനിക്ക് മറ്റൊരു സംശയം കൂടി ഉണ്ട്. ഇതിപ്പോൾ എന്തായാലും മത്സ്യം വളർത്തുന്നതുകൊണ്ട് പള്ളിൻ്റെ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇതിന്റെ വെള്ളം. അപ്പോൾ വെള്ളത്തിന് വേണ്ടി നിങ്ങൾ എന്ത് സംവിധാനം കാണുന്നത്? വെള്ളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 2 കിണറുണ്ട്. പിന്നെ ഒരു കിണറ് ഉടയപ്പുറം ബാബുട്ടി മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാള് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നൊരു കിണറാണ്, പള്ളിക്കായിട്ട് തന്നതാണ്. ആ കിണറ്റില് നല്ല വെള്ളമാണ്, അതുകൊണ്ടാണ് ഒന്നും ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് പള്ളി സ്ഥലമുണ്ട്, ഇവിടെ പള്ളിന്റെ സ്ഥലം തന്നെ ഒരു 14 സെന്റ് സ്ഥലമുണ്ട്. അപ്പൊ അതിലൊരു കോയൽക്കിണറുണ്ട്, ആ കോയൽക്കിണറിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഈ വെള്ളം ഉപയോഗിക്കലില്ല, ഫിഷ് വളർത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ ഈ തവളഞ്ഞനക്ക് പേര് വീണിൽ ഇങ്ങനത്തെ ചെനക്ക് വലിയ പങ്കുണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പൊ ആ ഓർമ്മ നിലനിർത്താൻ വേണ്ടി കൂടി പള്ളി കമ്മിറ്റി ചെറുതായതാണ്, അങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു, ചെറുതാക്കിയതാണ്. അത്ര ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ചെറുതാക്കി വന്നാണല്ലേ. എന്തായാലും നല്ലൊരു കുടിവെള്ള സ്രോതസ്സാണ്. ആധുനിക കാലം പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ജലക്ഷാമം ഒക്കെ ഇതിലേക്ക് വരും. അങ്ങനെ അല്ലെങ്കിൽ ഇതിന് വെള്ളം പറ്റില്ല. വെള്ളം പറ്റാറില്ല. ശരി. പ്രിയമുള്ളവരെ, കുട്ടികളൊക്കെ ഒത്തിരി ആവേശത്തോടു കൂടെ റമദാൻ നോമ്പ് തുറക്കുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ ആ ഒരു സന്തോഷം, ഒരു പുണ്യകർമ്മത്തിന് ഞങ്ങളാൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന ഉദ്ദേശത്തോടെയാണ് അവരിങ്ങനെ ആത്മാർത്ഥമായിട്ട് അവരെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. മോൻ്റെ പേരെന്താ? നിഹാദ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മദ്രസയിൽ എത്രയാണ് പഠിക്കുന്നത്? 1ാം ക്ലാസ്സിലാണ്. ഡെയിലി ഇവിടെ വരുമോ? വരുന്നുണ്ടല്ലേ? നോമ്പ് പറ്റിട്ടില്ലേ? നോമ്പ് നോക്കലുണ്ടോ? നോമ്പ് നോക്കാനൊക്കെ ആണുള്ളൂ അല്ലേ? അനസ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത്? 6ാം ക്ലാസ്സിൽ. മദ്രസിലോ 6ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്. ഇവിടെ തന്നെയാണ് മദ്രസ? ഈ മദ്രസയിൽ. ഇവിടെ ഡെയിലി ഇങ്ങനെ വരും അങ്ങോട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടി അല്ലേ? എന്തായിരുന്നു പേര്? ഹൈദരാജി. കയ്യിൽ നല്ല മധുരമുള്ള ചക്കയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതിന്റെ സ്മെല്ല് കേൾക്കുമ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ വീട്ടിലുണ്ടായതാണ്? അപ്പൊ ആ വീട്ടിലുണ്ടായപ്പോ ഇന്നത്തെ നോമ്പ് തുറക്ക് നിങ്ങളെ വകയായിട്ട് അല്ലേ? സന്തോഷം. മാഷാ അല്ലാഹ്. ഷാദിൽ, അടിപൊളി പേരാളാ. മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9ാം ക്ലാസ്. മദ്രസ പഠിക്കുന്നില്ല ഇപ്പോൾ? എത്ര വരെ പഠിച്ചു? 8ാം ക്ലാസ് വരെ പഠിച്ചു. ഇപ്പോൾ സ്കൂളിൽ ഏത് സ്കൂളാണ്? MSM, നമ്മളെ കല്യാണം സ്കൂളിൽ. ഇത് ഡെയിലി ഇവിടെ ഉണ്ടാകാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്, നോമ്പ് തുറക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. ഒത്തിരി സന്തോഷത്തോടായിരിക്കും ഈ കാര്യം ചെയ്യുന്നല്ലേ? അത് വലിയ ഇബാദത്തായി തോന്നുന്നില്ലേ? പഠിച്ചവൻ്റെ വലിയ പുണ്യം കിട്ടുന്ന കാര്യമില്ലേ? അപ്പോൾ ആ സന്തോഷത്തോടും ആ സംതൃപ്തിയോടെ ചെയ്യുന്നല്ലേ? മാഷാ അല്ലാഹ്. ഇനിയും ഇതൊക്കെ തുടർന്ന് പോകാൻ സാധിക്കട്ടെ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർ ഇഷ്ടമായ ഒരു ലൈക്ക് സമ്മാനമായി നൽകണം. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ അത് കാരണമായി മാറും. അപ്പോൾ പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് നമ്മളൊരു കാരണവരെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പ്രവാസിയായിരുന്നു, 5 വർഷമായിട്ടാണ് ഇവിടെ നാട്ടിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? ഗൾഫത്തെ അനുഭവം ഇവിടുത്തെ സ്വന്തം നാട്ടിലത്തെ അനുഭവം തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ, എങ്ങനെ തോന്നുന്നു? അതെ, ജന്മനാട് ഗൾഫിൽ എവിടെയായിരുന്നു? UAE. അവിടെ സ്ഥിരം സ്വന്തമായിട്ട് ബിസിനസ് ആണോ അതോ? ഡിഫൻസ്. അവിടെ ഗവൺമെന്റ് ഇതല്ലേ? ഒരു മിനിറ്റ്. എന്തായിരുന്നു പേര്? നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, കുട്ടികളടക്കം ഒത്തിരി ആളുകളുണ്ട്. സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവും? നോമ്പ് തുറക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കണ്ടല്ലേ? ഇവിടെ തന്നെയല്ലേ വീട്? ഈ മഹല്ലുകാരൻ തന്നെയാണ്. എന്താ വേറെ എന്താ ചെയ്യുന്നത്? ഇന്റീരിയൽ വർക്കാണ്. ഓക്കെ. വീട് എന്ന് പറഞ്ഞപ്പോ തൊട്ടടുത്ത് തന്നെയാണോ? ഏകദേശം എത്ര ആളുണ്ടോ അവിടെ നോമ്പ് തുറക്കുക? ഏകദേശം ഇവിടെ 72 ആളുണ്ടോ? അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഫണ്ടിങ് ഒക്കെ ആരാ ചെയ്യുന്നത്? ഫണ്ടിങ് ഓരോ വ്യക്തികൾ ഉദാരമായി സംഭാവന ചെയ്യലാണ്.
അതായത് ഓരോ ദിവസത്തെ സംഭാവനയോ അതോ ഓരോ ദിവസത്തെ മൊത്തത്തിൽ പള്ളി കമ്മിറ്റി കൊണ്ട് കൊടുക്കും. കൊടുക്കും? നമ്മള് മൊത്തത്തിലാണ്ട് ഏൽപ്പിക്കും. അതായത് ഓരോ വ്യക്തികൾ എന്ത് ചെയ്യും, അതിനുള്ള ഫണ്ട് പള്ളി കമ്മിറ്റി ഏൽപ്പിക്കും, എന്നിട്ട് കമ്മിറ്റി ഏറ്റെടുത്ത് ഇത് നടപ്പിലാക്കും. അപ്പൊ ഇതിലേക്കുള്ള ഫുഡൊക്കെ വരുന്നത് എവിടുന്നാ? ഭക്ഷണങ്ങൾ രുചി കിച്ചൺ അംസ. രുചി കിച്ചൻ അംസ. അപ്പൊ രുചി കിച്ചനെ ഒന്ന് പ്രേക്ഷകരേക്ക് പരിചയപ്പെടുത്താണ്ട്. അപ്പൊ ഒത്തിരി 1-2 പള്ളികളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ ആരാണെന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഇതൊക്കെ ഒരു സെറ്റാക്കി തരുന്നതാണ്. വണ്ടി വരുന്ന ഞാൻ അടുത്ത് കാണിച്ചിട്ടുണ്ട്. ആ വണ്ടി വരുന്ന ഞാൻ കണ്ടു, അത് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പൊ ആയിക്കോട്ടെ, നിങ്ങളെ തിരക്ക് പിടിച്ച നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. വലൈക്കും അസ്സലാം. നിങ്ങളെ വാങ്ങി കൊടുക്കാനാ? ഉറക്കനെ പറയേ, വാങ്ങി കൊടുക്കാനായില്ലേ? അപ്പൊ ഇനി നോമ്പ് എല്ലാവർക്കും നോമ്പുണ്ടാവൂലേ? നോമ്പുണ്ടാവൂലേ? നീ അത് കഴിഞ്ഞിട്ട് മഗ്‌രിബ് നിസ്കരിച്ച് വീട്ടിൽ പോകും. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഏസൊക്കെ ഇങ്ങോട്ട് വരുമോ? ഏസ് നിസ്കരിക്കാൻ വരുമോ? എന്നിട്ട് തറാവി നിസ്കരിക്കോ? തറാവി നിസ്കരിക്കും. എല്ലാവരും നിസ്കരിക്കോ തറാവി? കണ്ടാ, ഒരു വലിയ ടീമുണ്ട് ഇവിടെ കേട്ടോ. നിരനിരയായിട്ട് അവര് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ച് നോമ്പ് തുറക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഇവര് വരിവരിയായിട്ട് ഇരിക്കുന്ന കാഴ്ചകളാണ്. ആ കൂട്ടത്തില് നമ്മളെ 2 പേരും കൂടി ഇതിലുണ്ട്. ആശയം അതെ മൈക്കൊടുക്ക്. എങ്ങനെയുണ്ട് ഈ പള്ളിയിലെ, തവളഞ്ഞിന പള്ളിയിലെ നോമ്പ് തുറ? ഉഷാറായിട്ടുണ്ട്. ഒരുപാട് കുട്ടികളുണ്ട് നിങ്ങളെ പ്രായക്കാര്. കുട്ടികളും ഉണ്ട്, അതുപോലെ തന്നെ മുതിർന്നവരുണ്ട്, പ്രായം ചെന്നവരുണ്ട്, എല്ലാവരും കൂടി അല്ലേ? അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കൂടുതൽ ആളുകൾക്ക് എത്തിക്കണ്ടേ? അപ്പൊ പരിപാടി ഉഷാറാണല്ലേ? പേര് പറയാം, 2 ആളും. മോന്റെ പേരോ? ഇവിടെ മദ്രസയിൽ എത്രയിലാ പഠിക്കുന്നത്? 5. സ്കൂളിലോ? 6. മോനോ? 3-ാം ക്ലാസ്സില്. മദ്രസയിൽ 3-ലാണോ? നന്നായിട്ട് പഠിക്കൂലേ? ഇനിയിപ്പോ നോമ്പ് തുറന്ന് വീട്ടിൽ പോയിട്ട് ഏസൊക്കെ കണ്ടു വരുമോ? ഏസ നിസ്കരിക്കാൻ കണ്ടു വരുമോ? ഏസൊക്കെ രാത്രി വരാൻ ബുദ്ധിമുട്ടാണല്ലേ? തറാവി നിസ്കരിക്കലുണ്ടോ? ഇവിടുത്തെ വീട്ടിൽ നിസ്കരിക്കോ? മാഷാ അല്ലാഹ്, സന്തോഷം. വീഡിയോ ഇഷ്ടമായ മാന്യ പ്രേക്ഷകർ വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഉസ്താദെ, ഇവിടുത്തെ ഖത്തീബായിരിക്കും അല്ലേ? ഇവിടുത്തെ ഖത്തീബാണ്. ഉസ്താദിന്റെ നാട് കറക്റ്റ് എവിടെയായിരുന്നു? ഞാൻ മലപ്പുറം കൂട്ടിലങ്ങാടി പെരിന്താറ്റി എന്ന സ്ഥലത്ത്. ഇവിടെ ഇപ്പൊ തുടങ്ങിയിട്ട് എത്ര? ഇവിടെ ഇത് 3-ാമത്തെ വർഷം. എങ്ങനെയുണ്ട് ഈ നാടിനും ഈ മഹലിനെ പറ്റിയൊക്കെ ഉസ്താദിന്റെ? അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. നല്ലവരായ നാട്ടുകാരും അവരെ നല്ല നിലക്ക് കൊണ്ടുപോകാൻ പറ്റിയ പ്രാപ്തരായ കമ്മിറ്റിയും. പിന്നെ ഈ നോമ്പ് തുറന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നി. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു വീഡിയോ ആയിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം. നന്മയുള്ള പ്രവർത്തനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പോൾ അവരിലേക്ക് പ്രത്യേകിച്ച് റമദാൻ മാസം, വിശുദ്ധ റമദാൻ മാസമാണ്, ഇത്തരം കാര്യങ്ങളാണ് ആളുകൾ കൂടുതൽ സെർച്ച് ചെയ്യുന്നത്. ഇത് മുസ്ലിങ്ങൾക്കെന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ നാനാജാതി മതക്കാരെന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തോട്. നമ്മളങ്ങനെയാണല്ലോ പൊതുവെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒക്കെ ഐക്യത്തോടെ ജീവിക്കാം. ആ സമാധാനം എന്നും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പിന്നെ ഞങ്ങളിതിലൂടെ ഒരു ചാരിറ്റി നടക്കുന്നു എന്ന് പറഞ്ഞു. അതിലും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ജാതിമത ഭേദമന്യേ അർഹരായിരിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് നൽകാനുള്ളത് നൽകുന്നു എന്നൊക്കെ അറിഞ്ഞു. എന്തായാലും പ്രിയമുള്ളവരെ, എൻ്റെ ഗ്രാമത്തിൽ നിന്നുള്ള കുറേ കാഴ്ചകളും വാർത്തകളൊക്കെ നിങ്ങൾ അറിയുന്നത്. ഇനിയും നമുക്ക് ഒത്തിരി വിശേഷങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമായി. അപ്പോൾ ശരി ഉസ്താദേ, അസ്സലാമു അലൈക്കും. കിച്ചനാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നല്ലേ ഇപ്രാവശ്യത്തേക്ക്? അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഇവിടുത്തെ സുമനസ്സുകളായിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളി കമ്മിറ്റി ഏൽപ്പിക്കും. ഓരോ ദിവസവും ഓരോ ആൾക്കാരായിട്ടാണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. കമ്മിറ്റി അത് എന്ത് ചെയ്യും? കമ്മിറ്റി അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റും നടത്തിയിട്ട് സാധനങ്ങൾ ഓരോ പ്രാവശ്യവും ഓരോ ചുമതലപ്പെട്ട ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് ഇപ്രാവശ്യം രുചി കിച്ചനാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ. പ്രിയമുള്ളവരെ, നോമ്പ് തുറക്കാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ തയ്യാറായിട്ടുണ്ട്. മാത്രമല്ല, ടേബിളിന് ഇരുവശത്തുമായിട്ട് കുട്ടികളും പ്രായം ചെന്നവരും യുവാക്കളൊക്കെ റെഡിയായി നിൽക്കുകയാണ്. പള്ളിമിനാരങ്ങളിൽ നിന്നും മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നതോടുകൂടെ നോമ്പ് തുറക്കാൻ അവർ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. തവണജന ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെയാണ്. പരമാവധി വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചതുകൊണ്ട് തന്നെ വീഡിയോ ഒരല്പം ലെങ്ത് കൂടിയിട്ടുണ്ട്. മാന്യ പ്രേക്ഷകർ ക്ഷമിക്കണം. കാര്യം ഒഴിവാക്കി കളയേണ്ട കാര്യങ്ങളില്ല. പ്രത്യേകിച്ച് റമദാൻ മാസമായതുകൊണ്ട് റമദാൻ സ്പെഷ്യലായിട്ട് പള്ളികളെ പരിചയപ്പെടുത്തുക, പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ അത്ര ലെങ്തായി ചെയ്തത്. പള്ളിയുടെ ഉൾവശമാണ്. മഗ്‌രിബ് നോമ്പ് തുറന്ന് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഉള്ള പ്രാർത്ഥനയൊക്കെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ലൈക്ക് സമാനമായി നൽകാനും വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, നോമ്പ് തുറയും കഴിഞ്ഞു, ജമാഅത്തും കഴിഞ്ഞു, എല്ലാവരും വീട്ടിലേക്കുള്ള മടക്കമാണ്. അതോടൊപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.